ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം തേങ്ങ വറക്കാൻ പോയില്ലേ, അന്നേരം പറമ്പിൽ കൂടെയൊക്കെ കുറേ കാന്താരിമുളക് പഴുത്ത് നിൽപ്പുണ്ടേ. എന്നാൽ അത് പഴുത്ത് കിളി കൊത്തിക്കൊണ്ട് പോകുന്നതിന് മുമ്പ് പറിച്ചെടുക്കാമല്ലോ എന്നോർത്ത് ഇറങ്ങിയതാണ്. അതുകൂടാതെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം തൊടുത്തി കൊണ്ട് വെച്ച കുറേ തേങ്ങയുണ്ടല്ലോ, ആ തേങ്ങ മുഴുവനും ഒന്ന് പൊളിച്ചു കൊടുക്കണം. അതിനൊക്കെ വേണ്ടി ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ ഞാൻ ആ കാന്താരി മുഴുവനും ഒന്ന് പറിച്ചെടുക്കട്ടെ. എൻ്റെ പുറകെ പൂച്ചയുണ്ട്. ഞാൻ എവിടെ പോയാലും അത് എൻ്റെ കൂടെ വരും. ഓണമൊക്കെ അല്ലേ വരുന്നേ, കാന്താരിമുളകിൻ്റെയൊക്കെ ആവശ്യം ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് പിന്നെ അതെല്ലാം അങ്ങ് പറിച്ചെടുക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. ഇനി ഞാൻ അതൊക്കെ പറിച്ച് കഴിഞ്ഞ് ഇനി ഞാൻ പോയിട്ട് ഓരോ ചാക്കിട്ട് ഇങ്ങോട്ട് എടുത്ത് പുറത്തേക്ക് ഇടട്ടെ. അതിൻ്റെ ഉള്ളിൽ നിറച്ച് ഇരട്ടെ. അതുകൊണ്ട് ഞാൻ ചാക്ക് ഓരോന്ന് എടുത്ത് പുറത്തേക്കിട്ട് മുഴുവനും ഒന്ന് വേഗം ഒന്ന് പൊളിച്ചെടുക്കട്ടെ കേട്ടോ. ഇത് പകുതി തേങ്ങയും കേടായിരുന്നു. ഒരു ചാക്ക് മുഴുവൻ പൊറിച്ചപ്പോൾ അത്രയും തേങ്ങ കിട്ടി. ഇനി അടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ഒരു കോഴി എൻ്റെ മുകളിൽ കൂടെ അങ്ങനെ ചാടി വരുന്നുണ്ട്. എവിടെയാണ് മുട്ടയിടാൻ പോയതാണെന്ന് തോന്നുന്നു. ഇനി അടുത്ത ചാക്കും കൂടെ എടുത്തുകൊണ്ട് വന്ന് പൊതിക്കട്ടെ. പൊതിച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഉള്ളൂ. ഞാൻ വെച്ചിട്ട് കുറേ ഉണ്ടായിരിക്കുന്നു. ഒരു ചാക്കെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മോള് വന്നിരിപ്പുണ്ടേ. എടുത്തു വരുപോലും ചെയ്യുമല്ല കൊച്ച്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ആ പാരേൻ്റെ അത് വിട്ടുപോയി, അവിടെ എങ്ങാണ്ട് പൊട്ടിപ്പോയി. ആ വലിക്കുന്നിടത്തപ്പോൾ അവളോട് ഞാൻ പറയാം അതൊന്ന് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് അവൾക്ക് മടിയാ. എന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് പോയത്. ഇത് വരുന്നുണ്ട് എടുത്തോണ്ട്. ഞങ്ങളിത് വേഗം ഒന്ന് പൊളിച്ച് കഴിയട്ടെ കേട്ടോ. 6 മണിയാകാറായി, സന്ധ്യയാകാറായി. ഇപ്പോൾ താറാങ്ങളെയും കോഴികളെയും എല്ലാം കൂട്ടിക്കയറ്റണം. ഏകദേശം എല്ലാം പൊളിച്ച് കഴിഞ്ഞു. ഇനിയുണ്ട് 2 ചാക്കൂടെ. ഇനിയിപ്പോൾ ഈ പൊളിച്ചതെല്ലാം ഞാനൊന്ന് എണ്ണി നോക്കട്ടെ കേട്ടോ. ഇത് ഏകദേശം ഒരു 100 ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എണ്ണാനൊന്നും സമയം കിട്ടില്ല. അന്നേരത്തേക്ക് ഹസ്ബൻഡ് വന്ന് മോളിൽ നിന്ന് വിളിച്ചു, വേഗം വരാൻ പറഞ്ഞു, മീൻ കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഇത് വേഗം ചാക്കിലാക്കി പോവാട്ടോ. ഇനി നാളെ എങ്ങാനും ബാക്കിയോടെ പൊളിക്കാം. ഇനി ഞാനിത് ഈ തൊഴുത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കട്ടെ. ഇതിൻ്റെ ഉള്ളിൽ ഇരുട്ട്, അതുകൊണ്ടാണ് കാണാത്ത കേട്ടോ. ഞങ്ങൾ വീട്ടിലൊക്കെ ചെന്നു. ഞങ്ങൾ പിള്ളേർ വന്നപ്പം പായസമാണ് ഉണ്ടാക്കിയത്, അരിപ്പായസം. അപ്പോൾ അതെല്ലാവർക്കും ഓരോ ഗ്ലാസ് കൊണ്ട് കൊടുത്തു. അങ്ങനെ ഞങ്ങളതൊക്കെ കുടിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പരിപാടികൾ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. എല്ലാവരും അടിച്ചു പൊളിച്ച് ഓണമൊക്കെ ആഘോഷിക്കുക. അപ്പോൾ ഓക്കേ.